ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രിയിലെ ശ്യാമയെ അഖില് കാറിനിറക്കി വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുക. എന്നാ വണ്ടികളൊന്നും വരുന്നില്ല. അങ്ങനെ നടന്നവര് ഒരു കാട്ടിന്റെ ഭാഗത്തൂടെ ഇങ്ങനെ നടന്നു പോവാണേ. പിന്നാലെ തന്നെ ഐശ്വര്യയും ടീമും ഉണ്ട്. ശ്യാമ ഇങ്ങനെ വേദന കൊണ്ട് കരയുമ്പോ അഖില് പറയുന്നുണ്ട്, കരയല്ലേ. ശ്യാമ പറയും, എനിക്ക് പറ്റുന്നില്ല അഖിൽ സാർ. അങ്ങനെ അവര് പോകുമ്പോ ഒരു വീട് കാണാൻ, അവിടെ ഒഴിഞ്ഞൊരു വീട്, ആരും തന്നെ അവിടെ താമസമില്ല. അഖില് പറയും, ദാ നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പോഴേക്കും ശ്യാമ ഇങ്ങനെ കുഴഞ്ഞു വീണ് പോവാണേ. അഖിലിങ്ങനെ അടുത്തിരുന്നിട്ട് പറയും, എഴുന്നേക്ക് ശ്യാമേ, ദാ ഇവിടെ തന്നെയാണ്, നമുക്ക് അങ്ങോട്ട് കയറാം. കരയല്ലേ ശ്യാമേ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് ശ്യാമയെ ഒരുവിധം പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ വീടിനകത്തേക്ക് പോവാണ്. അങ്ങനെ അവരകത്ത് കയറി കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർ വന്ന അതേ വഴിയില് ഐശ്വര്യയും ടീമും വരുന്നത്. ഗുണ്ടകളോട് കാർന്നിറങ്ങിയ ഐശ്വര്യ പറയും, ശ്യാമയും കുഞ്ഞിനെയും തീർക്ക്. ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അവര് ഇവരെ തെരഞ്ഞു നടക്കണേ. ശ്യാമയാണെങ്കിൽ അകത്തെത്തിയിട്ടും വേദന കൊണ്ട് കരയാണല്ലോ. അഖില് പറയും, ഒച്ച ഉണ്ടാക്കില്ല ശ്യാമേ, കരയില്ലേ ശ്യാമേ, പ്ലീസ് ശബ്ദം ഉണ്ടാക്കില്ലേ എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രസവ വേദന കൊണ്ട് ശ്യാമ കരയാം. അങ്ങനെ പെട്ടെന്നായിരിക്കും ആ റൂമിന്റെ അകത്ത് ഒരു പായ കിടക്കുന്നത് കാണാ. അഖില് അത് അവിടെ നല്ല വിരിച്ച് ശ്യാമയെ അവിടെ പതിയെ കിടത്ത. ശ്യാമ കരയുന്നതിന്റെ കൂടെ അഖിലും ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല അഖിൽ സർ. ശ്യാമേ, ഒന്നുമില്ല ശ്യാമേ എന്ന് പറഞ്ഞ് അഖിലിങ്ങനെ ശ്യാമയെ ചേർത്ത് പിടിച്ച് അഖിലും കരയണേ. ഈ ഗുണ്ടകളാണെങ്കില് ആ വഴി ഇങ്ങനെ തെരഞ്ഞു വരികയാണ്. ഇതേ സമയം ശ്യാമയ്ക്ക് പ്രസവവേദന ഒട്ടും തന്നെ സഹിക്കുന്നില്ല. വേദന കൊണ്ട് കരയാ. അഖിലാകെ പേടിച്ചു പോവാണ്. അഖിലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഐശ്വര്യയാണെങ്കിൽ കൊല്ലാനുള്ള പകയോടുകൂടിയാ പുറത്ത് നിൽക്കുന്നത്. അങ്ങനെ അല്പസമയം കഴിഞ്ഞാല് ശ്യാമ ആ വീട്ടിന്റെ ഉള്ളില് പ്രസവിക്കുകയാണ്. നല്ലൊരു മോളെ. കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുമ്പോ അഖിലിനും ശ്യാമയ്ക്കും പേടിയാണെങ്കിലും കുഞ്ഞിനെ കാണുമ്പോ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ അഖി കുഞ്ഞിനെ എടുത്ത് ശ്യാമയുടെ തൊട്ടടുത്ത് കിടത്തുകയാണ്. ശ്യാമ മോളെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കും. അഖില് ശ്യാമേനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണേ. ഐശ്വര്യയുടെ ഗുണ്ടകള് ആ വീടിന് പരിസരത്തൊക്കെ ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നുണ്ട്. തൽക്കാലം ഇവരെ കണ്ടിട്ടില്ല. ഐശ്വര്യ ഇങ്ങനെ പകയോടുകൂടി അവിടെ നിൽക്കണേ. നല്ല മഴയും പുറത്ത് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ശബ്ദം ആ പുറത്തേക്ക് കേൾക്കുന്നില്ല. അങ്ങനെ ഐശ്വര്യ പുറത്ത് നിൽക്കുമ്പോ ആ ഗുണ്ട വരിക. എന്തായി, ശ്യാമയെ കൊന്നോ? ഇല്ല മാഡം, എല്ലായിടത്തും തെരയണേ. ഐശ്വര്യ പറയും, വേഗം അവര് കാടിന് വെളിയിൽ പോകരുത്, തീർത്തേക്കണം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞേക്ക. അങ്ങനെ ഗുണ്ടകള് വീണ്ടും തെരയാണേ. അങ്ങനെ ഇപ്പോ ആ വീടിന്റെ ആ കെട്ടിടത്തിന്റെ അടുത്തേക്ക് ഇവരെത്തിയിരിക്കുക. രണ്ടാൾക്കാരുണ്ട്. നീ അകത്ത് തെരയെ, ഞാൻ ചുറ്റിലും തെരയാന്ന് പറഞ്ഞ് അവരിങ്ങനെ തെരച്ചിൽ നടത്തുക. ഇതേസമയം ശ്യാമ ഇങ്ങനെ മോളിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുക. അഖിൽ സാറിന് വിളിക്കുമ്പോ അഖില് പോക്കറ്റിൽ നിന്ന് ഒരു കൃഷ്ണന്റെ ലോക്കറ്റുള്ള ഒരു മാല ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കണേ. ശ്യാമ അത് വാങ്ങിച്ച് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് മോളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉമ്മ എടുക്കും. ശ്യാമേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അവരിങ്ങോട്ട് വരും, നമ്മളെ കണ്ടുപിടിക്കും. ശ്യാമ പറയും, എനിക്ക് വയ്യ അഖിൽ സാർ, പോണം ശ്യാമേ, ഇല്ലെങ്കിൽ അവർ നമ്മുടെ മോളെയും കൊല്ലും. അത് കേൾക്കുമ്പോ ശ്യാമയ്ക്ക് പേടിയാവുന്നുണ്ട്. ശ്യാമ പതിയെ എഴുന്നേൽക്കാൻ നോക്കുക. അഖില് വേഗം മോളെ എടുക്കും. പതിയെ എഴുന്നേൽക്ക് ശ്യാമേ എന്ന് പറഞ്ഞ് ശ്യാമയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുക. ഇതേസമയം ഗുണ്ടകള് ആ വീടിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. മോളിപ്പോ കരയുന്നൊന്നുമില്ല. അങ്ങനെ അഖിലും ശ്യാമയും പതിയെ വീടിന് പുറത്തേക്ക് നടക്കുകയാണ്. ശ്യാമയ്ക്ക് അങ്ങനെ വേദന കൊണ്ട് നടക്കാൻ വയ്യ. ഗുണ്ടകളാണെങ്കിൽ ആ വീടിന് പരിസരത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഒരുവിധം പുറത്തേക്ക് ഇറങ്ങുമ്പോ നല്ല മഴ. ശ്യാമ അഖിലിന്റെ കൂടെ എങ്ങനെയൊക്കെയോ നടന്നു പോവാ. മഴ പെയ്യുന്നത് കാരണം മോള് ഭയങ്കര ശബ്ദത്തിൽ കരയാനും തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇവര് നടന്നു പോകുമ്പോഴേക്കും ഒരാള് പിന്നിലൂടെ വന്ന് അഖിലിനെ വെട്ടുകയാണ്. അഖിലിനെ രണ്ടാളെയും കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ശ്യാമ സാറിന് വിളിച്ച് ഉച്ചത്തിൽ കരയാണേ. ഐശ്വര്യ ഇതൊക്കെ കാണുന്നുണ്ട്, പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവിടെ നിന്ന്. ശ്യാമയെ മോള് എന്ന് പറയുമ്പോ ശ്യാമ മോളെ വാങ്ങിക്കണേ. അപ്പോഴേക്കും ആ ഗുണ്ടകള് അഖിലിനെ ചവിട്ടി താഴെ ഇടുകയാണ്. എന്നിട്ട് വീണ്ടും കത്തിയെടുത്ത് നെഞ്ഞത്ത് ആഞ്ഞു കുത്തുകയാണ്. ശ്യാമ ഇത് കണ്ട് അലറി കരയും. വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അഖിലിനെ വീണ്ടും വീണ്ടും കുത്തി കൊല്ലാണ് ശ്യാമയുടെ കൺമുന്നിൽ വെച്ച്. ശ്യാമ അവിടെയുള്ള ആളുകളെ തട്ടി മാറ്റി കുഞ്ഞിനെ എടുത്ത് ഓടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവര് പിന്നാലെ ചെല്ലണേ. എന്നിട്ട് ശ്യാമേനെയും തള്ളി താഴെയിട്ട് കുഞ്ഞിനെ എടുക്കുക. ഇപ്പൊ പ്രസവം കഴിഞ്ഞതുകൊണ്ട് തന്നെ ശ്യാമയുടെ ശരീരം ഒട്ടും തന്നെ ആരോഗ്യാവസ്ഥയിലല്ലല്ലോ. ശ്യാമ തളർന്നു പോവാ. അങ്ങനെ ആ ശ്യാമേനെയും മറ്റേ വെട്ടാൻ നിൽക്കുമ്പോഴേക്കും ആന കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. ഇത് ആ ഗുണ്ടകളാകെ പേടിക്കും. ആന എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ കൊല്ലാണ്ട് തന്നെ അവരവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. ശ്യാമ ബോധമില്ലാണ്ട് ആ കാട്ടിലിങ്ങനെ കിടക്കുക. ഈ സമയം കാട്ടില് താമസിക്കുന്ന കുറച്ച് ആൾക്കാര് ആ വഴി വരുമ്പോ ശ്യാമ ഇങ്ങനെ അവിടെ താഴെ കിടക്കുന്നത് കാണാണ്. ആദ്യം ഇവരാകെ പേടിക്കും. അങ്ങനെ പോയി നോക്കുമ്പോ ശ്വാസമുണ്ട്, എടുക്ക് എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ എടുത്ത് ശ്യാമയെ മറ്റൊരു കെട്ടിടത്തിന്റെ ഉള്ളില്, അതായത് ചെറിയൊരു കുടിലിന്റെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്താം. അങ്ങനെ അവരവിടെ നോക്കിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിക്കും മുഖത്ത്. അപ്പോ ശ്യാമ എഴുന്നേൽക്കും. പതിയെ കണ്ണു തുറക്കുന്ന ശ്യാമ ഇവരെ കാണുമ്പോ ആകെ ഭയന്നു പോവാണ്. അതിലൊരു ചേച്ചി ചോദിക്കും, നിങ്ങൾ ആരാ, എങ്ങനെ ഈ കാട്ടിൽ വന്നത്? കൂടെയുള്ളവരും ചോദിക്കും, ചേച്ചി എങ്ങനെയാ കാട്ടിലെത്തിയത്? ശ്യാമ വേഗം വയറിലേക്ക് തൊടും. അഖിൽ സാറ്. എന്നിട്ട് അവരോട് ചോദിക്കും, അഖിൽ സാർ എവിടെ? എന്റെ മോളെവിടെ? എന്റെ കുഞ്ഞെവിടെ? അയ്യോ എന്റെ സാറ്, എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു
പറഞ്ഞ് ശ്യാമ ഇങ്ങനെ അവരോട് ചോദിച്ചു കരയുമ്പോഴേക്കും വീണ്ടും തളർന്നു വീണു പോവാ. അങ്ങനെ വീണ്ടും മയക്കത്തിലേക്ക് പോകുമ്പോ അവര് ശ്യാമയെ വീണ്ടും അവിടെ തന്നെ കിടത്തും. ഒരാള് പറയും കുറെ സമയം ഇറങ്ങട്ടെ, പിന്നെ സമാധാനത്തോടു കൂടി എല്ലാം ചോദിച്ചറിയാം. നാട്ടിൽ നിന്നെന്തോ ചതിയിൽ പെട്ട് ഇവിടെ എത്തിയതാണ്, ഉറങ്ങട്ടെ, എല്ലാ വിവരവും ചോദിച്ചറിയാം, എന്നിട്ട് എത്തേണ്ട അടുത്ത് എത്തിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമയെ അവിടെ ആനന്ദ നിലയത്തിൽ എത്തിച്ചിട്ടുണ്ട്. ശ്യാമയ്ക്ക് അപ്പോഴും ബോധമില്ല. വസുന്ധരയും അശ്വതിയും അമൃതയൊക്കെ അടുത്തിരുന്നിങ്ങനെ ശ്യാമേനെ വിളിച്ച് കരയാണ്. അരുണും ആദ്യമൊക്കെ അടുത്തുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ വിളിക്കുമ്പോ ശ്യാമ പതിയെ കണ്ണുറക്കുക. കണ്ണു തുറന്ന ശ്യാമ അഖിൽ സാർ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അഖിൽ സാർ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ മുഴുവൻ തെരഞ്ഞെടുക്കുക. ആദ്യോടും അരുണിനോടും ഒക്കെ ചോദിക്കും അഖിൽ സാർ എവിടെ, പറയട്ടാ പറ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അവര് രണ്ടുപേരും ശ്യാമയുടെ മുന്നിൽ കൈ കൂപ്പി കരയാ. പറയമ്മേ അഖിൽ സാർ എവിടെ എന്ന് വെച്ച് വസുന്ധരാമ്മയുടെ അടുത്തും പോയി കരയാ. അങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ അലമുറയിട്ട് കരയാണ് ശ്യാമ. പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കുമ്പോ എല്ലാരും കൂടെ പിടിച്ചു വെക്കുക. അപ്പോഴേക്ക് വീണ്ടും ശ്യാമ തളർന്നു പോവാ. ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് അമൃതയും ഐശ്വര്യയും അടുത്തുണ്ട്. വസുന്ധരാമ്മയ്ക്കും ശ്യാമ എവിടെ എത്തിച്ച ആൾക്കാരെവിടെ, അവര് പുറത്തുണ്ടമ്മ. അഖിൽ എന്റെ മോനെ കുറിച്ച് അവരെന്താ പറഞ്ഞത്, എന്റെ അഖിൽ എവിടെയാണെന്ന് അവര് പറഞ്ഞോ, എന്റെ അഖിലിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? അരുൺ ഇല്ലെന്ന് പറയും. ആദി പൊട്ടിക്കരയാ. എടാ ആദി ചെല്ല്, വേഗം ചെല്ല്, എന്റെ അഖിൽ എവിടെയാന്ന് കണ്ടുപിടിക്ക്, ചെല്ലടാ ചെല്ല് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞേക്കാ. കരഞ്ഞോണ്ട് അവരും പോവാ. ഈശ്വര എന്റെ അഖി, അവൻ എന്താ സംഭവിച്ചിട്ടുണ്ടാവാ എന്ന് പറഞ്ഞ് വസുന്ധരാമ ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കാ. ഇതേ സമയം ആദ്യം അരുണും പുറത്തേക്ക് വന്ന് ശ്യാമയോട് എത്തിച്ചവരോടേക്കും ശ്യാമയോടൊപ്പം ഒരു ആളും കുഞ്ഞും ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കണ്ടില്ല സാർ. അരുൺ ചോദിക്കും ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ, ആ ആളിന്റെ മുതുകിന് വെട്ടുകൊണ്ടെന്ന് തോന്നുന്നു. ഇത് കേൾക്കുമ്പോ തന്നെ ആദ്യം അരുണും ആകെ തളർന്നു പോവാ. വെട്ടുകൊണ്ടെന്നോ? അപ്പൊ അവര് പറയും അതെ, ആ കാട്ടില് കിടപ്പുണ്ട്. ആദ്യട്ടാ ആലോചിക്ക സമയല്ല, വണ്ടി എടുക്ക്. ആദ്യം ആകെ തളർന്നു പോവും. എന്നിട്ട് അവരോടും കയറാൻ പറയാ. അങ്ങനെ അവരെയും കാറിൽ കയറ്റി ഇവര് വേഗം ആ കാട്ടിലേക്ക് പോവാ. അങ്ങനെ വണ്ടി നേരെ കാട്ടിലേക്കാ പോകുന്നത്. അവിടെ എത്തുന്ന അരുൺ ആദ്യം അഖിൽ എന്ന് വിളിച്ചുകൊണ്ട് അഖിലിനെ ആ കാട്ടിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുക. പെട്ടെന്നായിരിക്കും ആദ്യം ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവിടെ അഖി ഇങ്ങനെ മരിച്ചു കിടക്കുക. അരുണിന് കാണിച്ചു കൊടുക്കുക. രണ്ടുപേരും അഖിന്ന് വിളിച്ച് ഓടിച്ചെന്ന് അഖിനെ പിടിച്ച് മടിയിൽ വെക്കുക. എന്നാ അഖി മരിച്ചിട്ടുണ്ട്. മോനെ അഖി എന്ന് വിളിച്ചുകൊണ്ട് ഏട്ടന്മാര് ചങ്ക് കൂട്ടുന്ന രീതിയിൽ നെന്നെ തടിച്ച് കരയാ. ശേഷം അഖിനെ വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നെ അവിടെയുള്ള കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഇരിക്കണേ. ശ്യാമ കണ്ണുന്നൊരു തുള്ളി കണ്ണീരൊന്നും വരുന്നില്ല. അത്രയ്ക്കും മരവിച്ചു പോയിട്ടുണ്ട് മനസ്സ്. റൂമില് തൊട്ടടുത്ത് തന്നെ അമൃതയും അശ്വതിയും ഉണ്ട്. എന്നാലും ശ്യാമ ഇങ്ങനെ മരവിച്ച അവസ്ഥയിൽ ഇരിക്കുക. പ്രസവിച്ചതും കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി ഓടുമ്പോ അഖിലിനെല്ലാരും വന്ന് വെട്ടിയതൊക്കെയാണ് ശ്യാമയുടെ ഓർമ്മയിലുള്ളത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് തളർന്നു പോവാ ശ്യാമ. അമൃതയുടെ മടിയിൽ കിടന്ന് സങ്കടത്തിൽ വീണ്ടും വീണ്ടും അത് ആലോചിച്ച് പൊട്ടിക്കരയാണ് ശ്യാമ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിലുള്ളത്. പിന്നെ അടുത്ത പ്രൊമോ വന്നിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്നത് ശ്യാമയുടെ കുട്ടീനെ എടുത്തുകൊണ്ട് അയാള് ഐശ്വര്യയുടെ അടുത്തേക്ക് ചെല്ല. എന്നിട്ട് ഐശ്വര്യക്ക് കൊടുക്കുമ്പോ ഐശ്വര്യ കുറച്ച് പൈസ കൊടുത്തിട്ട് പറയും കൊന്നു കളഞ്ഞേക്കിതിനെ. അങ്ങനെ അയാള് പൈസ വാങ്ങിച്ച് കുട്ടിയുമായിട്ട് അവിടുന്ന് പോവാണ്. കുട്ടിയെ കൊല്ലാനുള്ള മനസ്സില്ലാത്തോണ്ടാണോന്നറിയില്ല, അയാള് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലെത്തുമ്പോ കുട്ടിയെ ആ ക്ഷേത്ര നടയില് ഉപേക്ഷിച്ചു പോവാ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ എപ്പിസോഡിലും പ്രൊമോയിലുള്ളത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്